നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തൃശൂർ പീച്ചിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. മയിലാടുംപാറ സ്വദേശി 35 വയസ്സുള്ള ഷിജോ ആണ് മരിച്ചത്. വനത്തിൽ ചെളിക്കുടി ഭാഗത്ത് വെച്ച് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. വൈകിട്ട് 5 മണിയോടെ ആടിനെ തീറ്റാൻ പോയതായിരുന്നു ഷിജോ. രാത്രിയായിട്ടും കാണാതായതോടെ ബന്ധുക്കൾ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് വനത്തിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിജോ വനത്തിനുള്ളിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. പീച്ചി പോലീസും വനം വകുപ്പും ചേർന്ന് വനത്തിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ച മൃതദേഹം തൃശൂർ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തൃപ്രയാർ കിഴക്കേനടയിൽ ആന ഇടഞ്ഞോടി. താന്യം പൈനൂർ രാജവീതി റോഡിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 4 മണിയോടെ പറമ്പിൽ തളയ്ക്കാനായി കൊണ്ടുവന്ന ആനയാണ് ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ഇടഞ്ഞോടിയത്. റോഡിലൂടെയും വീട്ടുപറമ്പുകളിലൂടെയും ഓടിയ ആന കണ്ണിൽ കണ്ടതെല്ലാം തകർത്തിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, മതിലുകൾ, ഗേറ്റ് എന്നിവ തകർക്കുകയും നിരവധി തെങ്ങുകൾ മറിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂറിലധികം നാട്ടുകാരെ മുൾമുനയിൽ നിർത്തിയ ആനയെ ഒടുവിൽ എലിഫന്റ് സ്ക്വാഡും പാപ്പാമാരും ചേർന്ന് തളച്ചു. ലോറി പിന്നോട്ടെടുക്കുന്നതിനിടെ ആനയുടെ ദേഹത്ത് തട്ടിയതാണ് ആനയെ പ്രകോപിപ്പിച്ചതെന്ന് പറയുന്നു. ഇപ്പോഴും ആന കെട്ടിയത് സേഫ് അല്ലെന്ന് പറയുന്നത്. സേഫ് ആയിട്ടില്ല. വട ഉപയോഗിച്ചാണ് കെട്ടിയിട്ടുണ്ടെങ്കിലും സേഫ് അല്ലാന്ന് പറഞ്ഞത് ആളുകളെ പോയി പറയുന്നത്. ഒന്നുകൂടി കാര്യക്ഷമമായിട്ട് ഇടപെടേണ്ട ഒരു കാര്യമുണ്ട് ഈ കാര്യത്തിൽ. ചില ഈ വീട് ഇവര് വാടകയ്ക്ക് എടുത്തെന്ന് പറയുന്നു. ആനനെ ബന്ധപ്പെട്ട് കുറച്ച് ദിവസത്തോടെ കെട്ടാനാണ് കൊണ്ടുവന്നെന്ന് തോന്നുന്നു. അങ്ങനെ പറയുന്നു. ഇത് പുറത്തുള്ള ഒരാളെ വീടാണ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ആന പാപ്പന്മാരും താമസിക്കാൻ വേണ്ടി അതിനാണ് കൊണ്ടുവന്നത്. അവിടെ ഇറക്കിയിട്ട് നടത്തി കൊണ്ടതാണ്. അപ്പോഴാണ് ആന ഇവിടെ തിളയ്ക്കാറില്ല. ഇവിടെ ജനവാസമായാലും ഇവിടെ തിളയ്ക്കാൻ പറ്റില്ല. ആളുകൾക്ക് ഭയങ്കര സ്വസ്ഥയില്ലാത്ത കാര്യമാണ്. അടുത്തുള്ള വീട്ടുകാർ ഫോൺ ചെയ്യണത് ആന മതിൽ പൊളിച്ച് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മ ഇറങ്ങി നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ അപ്പുറത്തെ വീട്ടിലാണ് ആന നിൽക്കാണ്. രാത്രിയാണ്, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടായി. അവിടെ കിടക്കുന്ന ഒരു സ്കൂട്ടർ തകർത്തു. അയലക്കത്തുള്ള വീട്ടുകാരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. എല്ലാവരും കയറി കരച്ചിലായി. ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പതുക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ ആന തെക്കൻ മേഖലയ്ക്ക് പോയി. അവിടെ ചെന്ന് അപ്പോഴും ആളുകൾ ഉണ്ടായിരുന്നില്ല, പാപ്പന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നിട്ട് ആന നിരവധി തെങ്ങുകൾ തകർത്തു. പിന്നെ ഏറെ നേരം അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തപ്പോൾ മധ്യവയസ്കനെ ആക്രമിച്ച നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി പിടിയിൽ. പൊറത്തിശ്ശേരി സ്വദേശി ഇക്കണ്ടപ്പറമ്പിൽ വീട്ടിൽ 30 വയസ്സുള്ള ജിഷ്ണുവാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരി മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്ന പൊറത്തിശ്ശേരി ചർച്ച് സ്വദേശി കുറുമത്ത് വീട്ടിൽ സുജിത്തിനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ സുജിത്തിനെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു. 5 ക്രിമിനൽ കേസിലെ പ്രതിയാണ് ജിഷ്ണു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ SHO ഷാജി MK, SIമാരായ സൗമ്യ EU, അഭിലാഷ് T, GSI സുൽഫിക്കർ, GSCPO ഗിരീഷ്, CPOമാരായ ഷാബു, ഉമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂർ ചന്തപ്പുര ഫ്ലൈ ഓവറിന് താഴെ പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റ് മോഷ്ടിച്ച കുപ്രസിദ്ധ മോഷ്ടാവിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചേരാനെല്ലൂർ കപ്പേള ദേശത്ത് തൃക്കൂക്കാരൻ വീട്ടിൽ റോഷനാണ് പിടിയിലായത്. റോഷൻ 15 മോഷണ കേസുകളിലെ പ്രതിയാണ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് അളകപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. ഡേവിസ് അക്കര, പോൾസൺ തെക്കുംപീടിക, KL ജോസ്, അനിൽ കുനിയത്ത്, റെജി ജോർജ്, സനൽ മഞ്ഞളി തുടങ്ങിയവർ പ്രസംഗിച്ചു.
ജനങ്ങൾ താമസിക്കുന്ന കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിലാണോ എന്ന് പോലും സംശയിക്കാത്ത രീതിയിൽ കേരളത്തെ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് ചിത്തമ്മ നയം കാണിക്കുന്ന ഒരു സംവിധാനമാണ് കുറച്ചു കാലമായി കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിജെപിക്ക് വളക്കൂറില്ലാത്ത മണ്ണായതുകൊണ്ട്, ബിജെപിക്ക് ഒരു MLA ഇല്ലാത്ത ഒരു സംസ്ഥാനമായതുകൊണ്ട് കേരളത്തെ പതിവ് പോലെ അവഗണിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലം, തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനങ്ങൾക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ പോലും അവിചാരിതമായ ഒരു MP-യെ തെരഞ്ഞെടുക്കാൻ ബിജെപിക്ക് കഴിഞ്ഞെങ്കിൽ ആ MP-യുടെ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയെങ്കിൽ ആ കേന്ദ്രമന്ത്രിയുടെ കേരളത്തിലേക്ക് വാരിക്കോരി പദ്ധതികളും പണവും കൊണ്ടുവരുമെന്ന് എല്ലാ ബിജെപിക്കാരും നാടുനീളെ പ്രസംഗിച്ച് നടന്നിട്ടും കേരളത്തിന് ചൂണ്ടിക്കാണിക്കാൻ തൃശൂർ നിയോജക മണ്ഡലത്തിലെങ്കിലും ഒരു രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ, ഒരു രൂപയുടെ ഒരു സഹായം പ്രഖ്യാപിക്കാൻ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനോ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റില് കേരളത്തോട് കാണിച്ച അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധ മാർച്ചാണ് ഇന്ന് അളാപ്പുര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, 20 MP-മാരുള്ള 2 BJP MP-മാരുള്ള ഒരു BJP-യുടെ MP ഉള്ള ഈ പ്രദേശത്ത് കേരളത്തില് ഒരു 10 പൈസയുടെ ബഡ്ജറ്റിൽ പൈസ കൂട്ടാനുള്ള ആ ബഡ്ജറ്റിൽ അവതരിപ്പിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിവിടെ ഈ പ്രതിഷേധ ധർണ്ണ നടത്തുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തോട് കാണിക്കുന്ന ഇന്നും ആ വാക്ക് തർക്കം ഇതിനു വേണ്ടിയായിരുന്നു. എയിംസ് വരുന്നു, ആ എയിംസ് താൻ ജനിച്ച ആലപ്പുഴയിൽ വേണമെന്ന് സുരേഷ് ഗോപി പറയുന്നു. സുരേഷ് ഗോപി ജയിച്ചത് തൃശൂരാണെങ്കിലും അദ്ദേഹം ആവശ്യപ്പെട്ടത് ആലപ്പുഴയിൽ എയിംസ് വരണമെന്നാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടത് തിരുവനന്തപുരത്ത് വേണമെന്നാണ്. കാരണം അദ്ദേഹം മത്സരിക്കുന്നത് നേമത്താണ്. അത്തരം കാര്യങ്ങളിൽ പോലും വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിച്ചു കേരളത്തിന് ഇപ്രാവശ്യമെങ്കിലും എയിംസ് കിട്ടുമെന്ന്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് എല്ലാം കൊണ്ടും കേരള സംസ്ഥാനത്തെ 3.5 കോടി ജനങ്ങളെ നാണം കെടുത്തുന്ന 3.5 കോടി ജനവിഭാഗങ്ങൾ ഇന്ത്യ രാജ്യത്തെ അല്ല എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തൃശൂർ ജില്ലക്കാർക്ക് പറ്റിയ അബദ്ധമാണെങ്കിൽ പോലും, തൃശൂരിൽ MP ഉണ്ടായിട്ട് പോലും, തൃശൂർ ഈ കേരള സംസ്ഥാനത്ത് 2 കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് പോലും കേരള സംസ്ഥാനത്തിന് അർഹതമായ വിഹിതം തരാനോ, കേരള സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഭൌതികപരമായ പുരോഗതിക്ക് വേണ്ടി, ആക്കം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനോ ആവിഷ്കരിക്കാനോ തരാനോ മടിച്ചു നിൽക്കുന്ന ഈ കേരള സംസ്ഥാനത്തിന് ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്നു. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനം മന്ത്രി AK ശശീന്ദ്രന്റെ ചേംബറിൽ യോഗം ചേർന്നു. ADS ഫണ്ട് 50 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കും. ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് ഫണ്ട് 50 ലക്ഷം രൂപ ഉപയോഗിച്ച് സോളാർ ബഗ്ഗി ബോട്ടുകൾ എത്രയും വേഗം ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കും. വൈൽഡ് അഡ്വഞ്ചർ പാർക്ക് നിർമ്മാണത്തിന് വനം വകുപ്പിന്റെ സാങ്കേതിക അനുമതി ഉടൻ ലഭ്യമാക്കും. നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള 1 കോടി രൂപയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർക്കിംഗ് സൗകര്യം, ഇക്കോ ഷോപ്പ്, കഫറ്റീരിയ, ബോട്ട് ലാൻഡിംഗ് ഏരിയ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനവും ബോട്ടിംഗ് ഉദ്ഘാടനവും ഫെബ്രുവരി മാസത്തിൽ നടക്കുന്നതിന് യോഗത്തിൽ തീരുമാനമായി. ബജറ്റിൽ അനുവദിച്ചിട്ടുള്ള 1 കോടി രൂപയുടെ പ്രവൃത്തികൾ ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കാൻ കേരള പോലീസ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നിർദ്ദേശം നൽകാനും യോഗത്തിൽ തീരുമാനമായി. KK രാമചന്ദ്രൻ MLA, അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലം, ശ്രീധന്യ, CDF കാർത്തികേയൻ എന്നിവരും വനം, ടൂറിസം, ഇറിഗേഷൻ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. മുപ്ലിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടത്തി. ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം ചടങ്ങുകളും നടത്തിയിരുന്നു. മഹോത്സവ ദിവസമായ വെള്ളിയാഴ്ച മഠപ്പള്ളിക്കാവ് ക്ഷേത്ര സേവാസമിതി, പടിഞ്ഞാട്ടുമുറി, മഠപ്പള്ളിക്കാവ് ക്ഷേത്ര സേവാ സമാജം നടുഭാഗം എന്നിവരുടെ നേതൃത്വത്തിൽ 3 ഗജവീരന്മാരെ അണിനിരത്തി 100ഓളം കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള മേളം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടുകൂടിയ എഴുന്നള്ളിപ്പ്, കിഴക്കുമുറി, തെക്കുമുറി വിഭാഗക്കാരുടെ കാവടി ആഘോഷം എന്നിവയും ഉണ്ടായിരിക്കും. അന്നേ ദിവസം വൈകിട്ട് 7:30 കൊച്ചിൻ രസതന്ത്ര അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും. ശനിയാഴ്ച വൈകിട്ട് 7:30 പള്ളിവേട്ട, തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പ്, പള്ളിയുറക്കം, ഞായറാഴ്ച രാവിലെ 5 മണിക്ക് പള്ളിയുണർത്തൽ, തുടർന്ന് രാവിലെ 8:30 ആറാട്ടും ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 10 മണിക്ക് ആറാട്ടുകഞ്ഞി സമർപ്പണവും നടക്കും.
വിലക്കുറവിലും സെലക്ഷനിലും കൊടകരയിലെ നമ്പർ 1 വസ്ത്രാലയമായ ഗ്രാൻഡ് വെഡ്ഡിങ്സിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ഇത്തിരിക്കിനി ഒത്തിരി മെഗാ ഫെസ്റ്റിന്റെ നറുക്കെടുപ്പ് നടത്തി. കൊടകര മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി കാളിയേങ്കര ഭാഗ്യശാലിയെ തെരഞ്ഞെടുത്തു. ഗൃഹോപകരണങ്ങൾ അടക്കമുള്ള സമ്മാനങ്ങളാണ് വിജയികൾക്ക് നൽകിയത്. ഹരികൃഷ്ണൻ, പാർവതി, ഗംഗ, രഞ്ജിത്ത്, ഡെന്നി, ഫസീല, ജിബിൻ, പുഷ്പ, അശ്വതി എന്നിവരാണ് സമ്മാനാർഹരായത്. പുഷ്പ, അശ്വതി രമേശ്, ഡെൻസി ജോർജ് ചെങ്ങാലൂര്, ജിബിൻ, ഗംഗ, രഞ്ജിത്ത് ചെങ്ങാലൂര്. ഡിസംബർ ജനുവരി മാസത്തെ പർച്ചേസിന് ഒരു സമ്മാന പദ്ധതി ഗ്രാൻഡിൻ്റെ വക സമ്മാനിച്ചിരുന്നു. അതിൻ്റെ സമ്മാനം നറുക്കെടുപ്പ് ഇന്നാണ് ഇവിടെ ഔദ്യോഗികമായിട്ട് നടക്കുന്നത്. ഈ പരിപാടി സംഘടിപ്പിച്ച ഗ്രാൻഡ് വെഡ്ഡിംഗ് സെൻറ്ററിന് കൊടകര വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തുടർന്നും ഇതിലും വലിയ രീതിയിൽ ഒരുപാട് സമ്മാനങ്ങളുമായി ഈ രംഗത്തുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ഈ 3 മാസത്തിൻ്റെ കാലയളവിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഷോപ്പിലൂടെ കുറച്ച് സമ്മാനങ്ങൾ കൊടകരക്കാർക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞത്. എന്തായാലും ഈ ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ ഇത്തിരിക്കിനി ഒത്തിരി എന്ന് പറഞ്ഞൊരു പുതിയ ക്യാമ്പയിനായിട്ട് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി ചെയ്ത ക്യാമ്പയിൻ്റെ ഗൃഹോപകരണങ്ങളുടെ നറുക്കെടുപ്പാണ് ഇവിടെ നടന്നത്. സമ്മാനം കിട്ടിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അത് നറുക്കെടുപ്പ് നടത്തിയ നമ്മുടെ വ്യാപാര വ്യവസായ ഇവിടുത്തെ കൊടകര മേഖല പ്രസിഡന്റ് ഷാജിയേട്ടനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കും ഫെബ്രുവരി 1 മുതൽ ആരംഭിച്ച മെഡിസെപ്പ് 2ാം ഘട്ട പദ്ധതി ഗുണഭോക്താക്കളോട് ആശുപത്രികൾ മുൻകൂർ പണമടയ്ക്കാൻ നിർബന്ധിക്കുന്ന നടപടി തിരുത്തണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളഗപ്പനഗർ യൂണിറ്റ് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. യോഗം ബ്ലോക്ക് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MK ശാന്താകുമാരി അധ്യക്ഷയായി. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം P ദാഷായിണി, KJ വർക്കി, PM ഹനീഫ്, K സുകുമാരൻ, K സദാനന്ദൻ, KV രാമകൃഷ്ണൻ, ഫ്രാങ്കോ ജി മഞ്ഞളി, റൈസൽ പോൾ, K വിജയകുമാരി, ബേബി തോമസ് എന്നിവർ പ്രസംഗിച്ചു. കലാമത്സര വിജയികൾക്ക് TA വേലായുധൻ സമ്മാനദാനം നടത്തി. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാരവാഹികളായി PM ഹനീഫ് പ്രസിഡന്റ്, ഫ്രാങ്കോ മഞ്ഞളി സെക്രട്ടറി, CN വിദ്യാധരൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ആ യൂണിറ്റിന്റെ പ്രവർത്തനം സജീവമായിട്ടുണ്ട്. നമ്മുടെ AD യൂണിറ്റും ഒന്നിച്ച് നമുക്കറിയാൻ പറ്റുന്ന AD യൂണിറ്റ് പ്രവർത്തനങ്ങളിലെ AD യൂണിറ്റ് യോഗങ്ങളിലും നമ്മുടെ ഈ ഭീമഹാരിയുടെ രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. ഇന്നലെ ഏറ്റവും നാളത്തോട് കഴിഞ്ഞാൽ നമ്മുടെ AD യൂണിറ്റ് പ്രവർത്തനം അവതരിപ്പിക്കുകയാണ്, സമ്മേളനം അവതരിപ്പിക്കുകയാണ്. അപ്പൊ AD യൂണിറ്റുകളിലും നമ്മുടെ ഭീമഹാരിയുടെ 80% അപേക്ഷ എത്തി കഴിഞ്ഞു. മറ്റടുത്ത നമ്മുടെ വിജ്ഞാനന്റെ ബ്ലോക്കിലും ചാരന്റെ ബ്ലോക്കിലും ചെല്ലുമ്പോൾ ഇതൊക്കെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,715 രൂപ, പവന് 1,17,720 രൂപ. ചെങ്ങാലൂർ SN പുരം അരങ്ങത്തുപറമ്പിൽ ഔസേപ്പുണ്ണി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സെലീനയാണ് ഭാര്യ. ജോയ്, ടെസി, ജോയ്സി, ആനീസ് എന്നിവർ മക്കളും. കൊച്ചുമേരി, ജോയി, ഡേവിസ്, പരേതനായ പോളി എന്നിവർ മരുമക്കളുമാണ്. വെണ്ടോർ തട്ടിൽ പള്ളിപ്പുറത്തുകാരൻ വാറുണ്ണി ഭാര്യ മേരി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ഭവനത്തിൽ നിന്നും ആരംഭിച്ച് വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിൽ. ജോമി, മിൻസി എന്നിവർ മക്കളും. ലിസ, ബെന്നി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.